ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിലാണ് ചെല്ലുന്നത്. പിന്നെ അവിടെ തന്നെ ആയി. പിന്നെ അവിടുത്തെ കുടുംബാംഗമായി. പിന്നെ എൻ്റെ എല്ലാ ലൈഫിലാണെങ്കിലും എനിക്ക് ജോലിക്കാണെങ്കിലും എൻ്റെ ജീവിതത്തിലെ എന്തിനും ഞാൻ അണ്ണാന്നാണ് വിളിക്കുന്നത്. അണ്ണനാണ് എല്ലാം. നടക്കുന്ന വഴിയിൽ സ്റ്റെപ്പ് ഉണ്ടാകുമ്പോഴും കയറ്റം ഉണ്ടാകുമ്പോഴൊക്കെ എങ്ങനെയാണ്? ആദ്യം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു കയറുമ്പോൾ അറിയാം. ഞാൻ ഒരു തവണ നടന്നാൽ അത് ഫെമിലിയർ ആവും. പുതിയ വഴിയാണെങ്കിൽ ഇതുപോലെ ആദ്യം ഒന്ന് ഷോൾഡറെ പിടിക്കും, പിന്നെ ഞാൻ പിടിക്കത്തില്ല. പിന്നെ എനിക്ക് ഒരു കൃത്യമായ കാൽക്കുലേഷൻ ഉണ്ടാവും. ഇപ്പൊ അവനെന്റെ അനിയനാണ്, സഹോദരൻ, സ്വന്തം കൂടപ്പുറപ്പ് പോലായി. ഞാൻ എൻ്റെ ഈ കിടന്ന് വളർന്നതാണ്. ഞാൻ പഠിപ്പിച്ച ഒരു നിലയിൽ എത്തിച്ചു. ഇപ്പൊ അവൻ എൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും കൂടെ ഉണ്ട്. അവനൊരു 20 കൊല്ലമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. കാരണം എവിടെയാണേലും ഞാൻ അവൻ്റെ ആയിട്ട് കംഫർട്ടായിട്ട് പോകത്തുള്ളൂ. അത്രയും കംഫർട്ട് എനിക്ക് വേറെ കിട്ടാറില്ല. എനിക്ക് ഇപ്പോൾ 3 സഹോദരങ്ങളുണ്ട്. അതില് ഒന്നാണിത്. ഒരുപാട് ദൂരം, എവിടെ എത്ര ദൂരമാണെങ്കിലും ഞാൻ കംഫർട്ടാണ്. അവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടെൻഷനോ മറ്റു പ്രശ്നങ്ങളോ ഇല്ല. അങ്ങനെയല്ല, എൻ്റെ എല്ലാം അവിടെ നിന്നാണ്. ബന്ധം അത്ര ഉറച്ചതാ. ഞാൻ ആലപ്പുഴ BKL എന്ന കമ്പനിയിൽ ഫോർത്ത് ഷിഫ്റ്റ് ഓപ്പറേറ്ററാണ്. സ്ഥിരമുണ്ട് ഇവിടെ തന്നെ. എന്റെ വീട്ടിലുണ്ടാവും. വീട്ടിൽ തന്നെ ഉണ്ട്. വീട്ടിലുണ്ടാവും. ഫ്രീ ടൈം ഒക്കെ വീട്ടിൽ കാണും. ജോലി കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കലോട്ട് വരും. എനിക്ക് ഷിഫ്റ്റ് ജോലിയാ, 3 ഷിഫ്റ്റാണ്. അപ്പൊ അതിൻ്റെ ടൈമുണ്ട്. അമ്മ, വൈഫ്, അമ്മൂമ്മ. ഞാൻ വീട്ടില് ഇപ്പൊ ഇങ്ങനെ എനിക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് മാത്രമേ ഷോൾഡർ പിടിക്കാറുള്ളൂ. പരിചയമുള്ള സ്ഥലമാണ് ഞാൻ തനിയെ നടക്കും. എനിക്ക് ഒരു തവണ നടന്നാൽ മതി, ഞാൻ ആ വഴി കൂടെ പിന്നെ നടക്കും. ഓരോ തവണ സ്റ്റെപ്പ് വെക്കുമ്പോൾ എനിക്ക് കൃത്യമായ കാൽക്കുലേഷൻ ഉണ്ട് എവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ പുറത്ത് മാത്രമേ ഷോൾഡർ പിടിച്ച് നടക്കാറുള്ളൂ. വീട്ടിലും എൻ്റെ ജോലി സ്ഥലത്തൊന്നും അങ്ങനെ നടക്കാറില്ല. ഞാനെല്ലാം തനിയായി. അല്ല, എൻ്റെ ബാക്കി 2 സഹോദരങ്ങളും ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ജീവിക്കുന്നവരാ. ഇപ്പൊ 3ാമത് ഒരാളെയും കൂടെ കിട്ടി. കാരണം എന്നെ വിട്ട് നിൽക്കത്തില്ല. എൻ്റെ ഒരു ചേട്ടനുണ്ട്, അനിയനും ഉണ്ട്. 2 പേരും എന്നെ വിട്ട് നിൽക്കത്തില്ല ഒരു ദിവസം പോലും. ഇപ്പൊ ഞാൻ വീട് വെക്കുന്നുണ്ടെങ്കിലും എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവര് 3 പേരും കൂടെ ചെയ്യുന്നത്. ഒരാള് ഹയർ സെക്കൻഡറിയിലെ സീനിയർ അധ്യാപകനാണ്, ഒരാള് റേഷൻ ഇൻസ്പെക്ടറാണ്. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഇവര് 3 പേരെ ഏൽപ്പിക്കുന്നത്. ഞാൻ അങ്ങനെ ഒന്നിലും ഞാൻ ഓഫീസ് കാര്യങ്ങളിലാണ് കൂടുതൽ ഇൻവോൾവ് ആകുന്നത്. പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഇവരെ ഏൽപ്പിച്ചിട്ട് ഇവരങ്ങ് ചെയ്തോളൂ. ഓക്കെ, മറക്കത്തില്ല കേട്ടാ.